നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോകത്ത് എത്ര ചികിത്സകളുണ്ടെന്ന് ചോദിച്ചാൽ 8 മുഖ്യധാരാ ചികിത്സകളും അനേകം തെറാപ്പികളും ഉണ്ടെന്ന് നമുക്കറിയാം. സ്വന്തമായ ഒരു രോഗനിർണയവും സ്വന്തമായ ചികിത്സാ രീതികളും ഉള്ളതിനെയാണ് ചികിത്സ എന്ന് പറയുന്നതും നമുക്കറിയാം. ഒരു ചികിത്സക്ക് അതിൻ്റെ രോഗനിർണയ രീതി എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിന് സ്വന്തം വേര് എന്നതുപോലെ പ്രധാനമാണ് ഓരോ ചികിത്സക്കും അതാത് ചികിത്സയുടെ രോഗനിർണയ രീതി. ഉദാഹരണത്തിന് ആയുർവേദമെടുത്താൽ നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യ ചികിത്സയായ ആയുർവേദം, അതിൻ്റെ രോഗനിർണയ രീതി നാഡി നോക്കി, ത്രിദോഷം വാതപിത്ത കഫങ്ങളെ നോക്കി, പഞ്ചഭൂതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സപ്തരസങ്ങളെ നോക്കിയൊക്കെയാണ് മരുന്ന് നിർദ്ദേശിക്കപ്പെടേണ്ടതെങ്കിൽ ഇന്ന് അത് തീർത്തും ഇല്ലാതായിരിക്കുന്നു. ഇന്ന് അത് അലോപ്പതിയുടെ മരുന്ന് നിർണയത്തിന് ഉപയോഗിക്കുന്ന ലാബ് ടെസ്റ്റുകളെ അടിസ്ഥാനമാക്കി മരുന്ന് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ ഏത് ചികിത്സയായിട്ടാണ് അറിയപ്പെടുക? ആയുർവേദ ചികിത്സ എന്ന് പറയാൻ പറ്റുമോ? അതോ അലോപ്പതി ചികിത്സ എന്ന് പറയാൻ പറ്റുമോ? കാരണം അലോപ്പതിയുടെ മരുന്ന് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അലോപ്പതിയുടെ രോഗനിർണയം നോക്കി മരുന്ന് നിർണയം നോക്കി ആയുർവേദത്തിൻ്റെ മരുന്ന് കൊടുക്കുന്നു. ഇതുപോലെ അലോപ്പതിയുടെ മരുന്ന് നിർണയം നോക്കി ആയുർവേദമോ സിദ്ധയോ യുനാനിയോ ഹോമിയോ മറ്റേതെങ്കിലും മരുന്നോ ചികിത്സകളോ നിർദ്ദേശിക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചികിത്സ എന്ന പേരിട്ടാണ് വിളിക്കേണ്ടത്? ഒരു വൃക്ഷത്തിന് അതിൻ്റെ വേര് പ്രധാനം എന്നതുപോലെ അതിൻ്റേതായ വേരോടുകൂടിയ വൃക്ഷത്തെയാണ് ആ വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതെങ്കിൽ സ്വന്തം രോഗനിർണയം ഉപയോഗിച്ച് ചികിത്സിക്കുന്ന ചികിത്സകളാണ് യഥാർത്ഥ ചികിത്സയെങ്കിൽ ഇന്ന് ലോകത്ത് സ്വന്തം രോഗനിർണയം ഉപയോഗിച്ച് ചികിത്സിക്കുന്ന എത്ര ചികിത്സകളുണ്ട്? നിങ്ങൾ തന്നെ നിരീക്ഷിച്ച് അന്വേഷിച്ച് തീരുമാനിക്കൂ, ലോകത്ത് ഇന്ന് എത്ര ചികിത്സകളുണ്ട്? ലോകത്ത് എത്ര ചികിത്സകൾ ഇന്നുണ്ട്?